ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു CMS ക്രിയേഷൻസ്. നമ്മൾ നോക്കാൻ പോകുന്നത് കേഡറ്റ് കാറ്റഗറി 3 ഇംഗ്ലീഷിൽ അഥവാ പാർട്ട് 2 ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസിൻ്റെ ഒരു 10 ക്വസ്റ്റ്യൻസ് ആണ്. അതിൻ്റെ സെക്കൻഡ് പാർട്ട് ഒക്ടോബർ 2023 നടന്ന ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസുകളും അതിൻ്റെ ആൻസറുകളാണ്. നമുക്ക് ജസ്റ്റ് ആ ക്വസ്റ്റ്യൻസുകൾ ഏതാണെന്നുള്ളതും അതിൻ്റെ ആൻസറുകളും നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ 60 വരെയുള്ള നമ്മൾ ചെയ്തു. അതിൻ്റെ ലിങ്കുകളുടെ പ്ലേലിസ്റ്റുകളുടെ ലിങ്ക് നമ്മുടെ ഡിസ്ക്രിപ്ഷനിലുണ്ട്, നിങ്ങൾക്കത് കാണാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഷീ മെറ്റ് ബൈ ചാൻസ് എർ ക്ലോസ് ഫ്രണ്ട് എസ്റ്റർഡേ. ദ അണ്ടർലൈൻ വേർഡ് ക്യാൻ ബി റീപ്ലേസ്ഡ് ബൈ ദ ഫ്രേസ്. അണ്ടർലൈൻ ചെയ്തിട്ടുള്ള മെറ്റ് ബൈ ചാൻസ് എന്ന് പറയുന്ന ആ ഒരു സെൻറ്റൻസിന് അല്ലെങ്കിൽ ആ ഒരു വേർഡിനെ നമ്മൾ പകരം യൂസ് ചെയ്യാൻ പറ്റുന്ന ഫ്രേസ് ഏതാണ്? കെയിം അക്രോസ്, പുട്ട് അക്രോസ്, ഗേവ് അറൗണ്ട് ആൻഡ് ഡ്രോപ്പ്ഡ് ഇൻ. ഇതിൽ ഏത് ഫ്രേസാണ് നമുക്ക് അവിടെ യൂസ് ചെയ്യാൻ പറ്റുക? നമ്മൾ അവിടെ യൂസ് ചെയ്യുന്നത് ഷീ കെയിം അക്രോസ് ഹെർ ക്ലോസ് ഫ്രണ്ട് എസ്റ്റർഡേ. ഓക്കെ, ഓപ്ഷൻ എ ആണ് വരുന്നത്. Then second question, the sentence similar in a meaning to a bridge was built across the river. A bridge was built across the river എന്ന സെൻറ്റൻസിന് സിമിലർ ആയിട്ടുള്ള മീനിങ് വരുന്ന സെൻറ്റൻസ് ഏതാണെന്നാണ് ചോദ്യം. ദേ ബിൽഡ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ, ദേ ഹാവ് ബിൽഡ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ, ദേ ആർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ, ദേ വേർ ബിൽഡിംഗ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഓക്കെ, അപ്പോൾ എ ബ്രിഡ്ജ് വാസ് ബിൽഡ് അക്രോസ് ദ റിവർ എന്നത് സെൻറ്റൻസിന് സിമിലർ മീനിങ്ങിൽ വരുന്നത് ദേ ബിൽഡ് എ ബ്രിഡ്ജ് അക്രോസ് ദ റിവർ. ഓപ്ഷൻ എ. Next one, pick out the word that has stress on the second syllable. Second syllable stress വരുന്ന word. Important, language, mempo, nature. ഇതിൽ ഏതാണെന്ന്? And that is important. The coffee is very hot. I cannot drink it. Both these sentences can be combined without change of meaning as. The coffee is very hot, I cannot drink it. ഈ രണ്ട് സെൻറ്റൻസുകളും കമ്പൈൻ ചെയ്ത് സെയിം മീനിങ്ങിൽ മീനിങ് ചേഞ്ച് ആവാതെ വരുന്ന ഏതാണ്? The coffee is too hot, so I cannot drink it. The coffee is too hot for me to drink. The coffee is too hot so that I cannot drink it. The coffee is too hot not to drink. ഇതിൽ ഏതാണ് സെയിം മീനിങ് വരുന്നത് അല്ലെങ്കിൽ കമ്പൈൻ ചെയ്ത് ഉണ്ടാക്കാൻ പറ്റുന്ന മീനിങ്? കറക്റ്റ്, ഓപ്ഷൻ ബി ആണ് വരുന്നത്. ദ കോഫി ഈസ് ടു ഹോട്ട് ഫോർ മീ ടു ഡ്രിങ്ക്. ദെൻ ഡെത്ത് ബി നോട്ട് പ്രൗഡ്. ഡെത്ത് ബി നോട്ട് പ്രൗഡ്. ദ ഫിഗർ ഓഫ് സ്പീച്ച് യൂസ്ഡ് ഹിയർ ഈസ് അലിറ്ററേഷൻ, മെറ്റഫോർ, personification, simile. Death be not proud. The figure of speech is used here. ഇതിൽ ഏത് ഫിഗർ ഓഫ് സ്പീച്ച് ആണ് യൂസ് ചെയ്തിട്ടുള്ളത്? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഈസ് personification. ഓപ്ഷൻ സി. It was dash useful suggestion. It was a useful suggestion. It was an unuseful suggestion. It was the useful suggestion and no article. അവിടെ ഒരു ആർട്ടിക്കിൾ ഇല്ല. ദാറ്റ് മീൻസ് ഇറ്റ് വാസ് യൂസ്ഫുൾ സജഷൻ. ഇതിൽ ഏതാണ് വരുന്നത്? ആൻഡ് ദ കറക്റ്റ് ആൻസർ ഓപ്ഷൻ എ, ഇറ്റ് വാസ് എ യൂസ്ഫുൾ സജഷൻ. ദ ന്യൂസ് ഹെഡ്ലൈൻ റിലീസ് ഡേ സ്പാർക്സ് വേവ് ഓഫ് euphoria across the country. Appears in a daily, may belong to entertainment news, international news, career news and sports news. ഇതിൽ ഏത് ന്യൂസ് ആണ് ഇത് വരുന്നതെന്നാണ് ചോദ്യം. ഇതിൽ ഏത് ന്യൂസാണ് വരുന്നത്? ഇറ്റ്സ് ആൻ entertainment news. A newspaper headline read as bomb exploded within close proximity of the school. What does proximity means? Compound, nearness in space, sharpness of sound, unexpectedness. ഇതിൽ ഏതാണ്? ആൻഡ് വേർഡ് proximity means ആ proximity എന്ന് പറയുന്ന വേർഡിന് വരുന്ന നേരാണ്. Bomb exploded within close proximity of the school and that is nearness in space. Identify the sentence that acceptable
from the ones given below, Shaji as well as his parents are coming now. Shaji as well as his parents is coming. Ravi as well as his parents have been coming now. Ravi as well as his parents were coming now. The correct option, Shaji as well as his parents is coming. ഇനി ലാസ്റ്റ് ക്വസ്റ്റ്യൻ ഇംഗ്ലീഷിൽ ചോദിച്ചിട്ടുള്ള ലാസ്റ്റ് ക്വസ്റ്റ്യൻ, ഐഡന്റിഫൈ ദ വേർഡ് വിച്ച് ഈസ് സ്പെൽഡ് കറക്റ്റ്ലി. കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന സെന്റൻസ് ഇതിൽ ഏതാണ്, അല്ലെങ്കിൽ വേർഡ് ഇതിൽ ഏതാണ്? കറക്റ്റ് സ്പെല്ലിംഗ് വരുന്ന ഏതാണ്? ഓപ്ഷൻ ഡി ആണ്. ഓപ്ഷൻ ഡി ആണ്.